ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ പതുക്കെ പറയാം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് എനിക്ക് ഓഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റിരിക്കുന്നത്. ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തെ നമ്മുടെ കോലം. ഇനി ചെറിയൊരു ഗെറ്റ് റെഡി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് മുഖത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ മുഖം എഴുന്നേറ്റ് വരുമ്പോഴേ നല്ല പഫിയാണ്. അതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം പൊതുവെ ഉരുണ്ടിരിക്കുന്ന മത്തങ്ങ പോലെ ഇരിക്കുന്ന ഒരു മുഖമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വാട്ടർ പിടിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വാട്ടർ തങ്ങി നിൽക്കും ബോഡിയിൽ. അതുകൊണ്ട് നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ ഭയങ്കര, ഈ കണ്ണിൻ്റെ താഴെ ഭാഗമൊക്കെ ഭയങ്കര പഫി ആയിരിക്കും. അപ്പം അതിന് നമ്മൾ ഐസിൻ്റെ അകത്ത് ഇങ്ങനെ ഐസ് വെള്ളത്തിൽ മുഖം ഇങ്ങനെ മുക്കി വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയും മെനക്കെടാനൊന്നും തോന്നാറില്ല. ഞാനതുകൊണ്ട് എവരി ഡേ ഈ പഫിനെസ് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നടക്കും. നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഒരു 3-4 മണിക്കൂർ എടുക്കും കേട്ടോ ഇതൊന്ന് സെറ്റിലാവാനായിട്ട്. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഈ നീരൊക്കെ പോയിട്ട് നമ്മുടെ ഒരു നോർമൽ മുഖത്തിലേക്ക് തിരിച്ചു വരും. ഭയങ്കര വലിയ വ്യത്യാസമൊന്നും ഇല്ല ഇപ്പോഴത്തെ മുഖവും നമ്മുടെ പഫിനെസ്സൊക്കെ പോയിട്ടുള്ള മുഖവും തമ്മിൽ എങ്കിലും ഓക്കെ. അപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് ടോയ്ലറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഫേസ് വാഷ്, ചെറിയൊരു ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. കാരണം നോർമലായിട്ടുള്ള നമ്മുടെ എന്താണ് സോപ്പുകളുണ്ടല്ലോ, അത് ഉപയോഗിക്കുമ്പം കുറച്ചും കൂടി ഫേസ് ഡ്രൈ ആകും. ബേസിക്കലി എൻ്റെ ഓയിലി സ്കിന്നാണ്. പക്ഷേ വീണ്ടും ഈ തൈറോയിഡിൻ്റെ സംഭവങ്ങളുള്ളതുകൊണ്ട് സ്കിൻ ഇങ്ങനെ പീലാകും. അതിനെ ഡ്രൈ സ്കിന്നെന്ന് വിളിക്കാനും പറ്റത്തില്ല. കാരണം ഓയിലി സ്കിന്നിൽ സ്കിൻ ഇങ്ങനെ പീലാവുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നോർമൽ സോപ്പ് മുഖത്ത് ഇടുമ്പോൾ അത് കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ മുഖത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കണം. അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യമില്ല. അത് നമ്മളൊരു മോയ്സ്ചറൈസർ തൂത്തിട്ട് വെറുതെ കഴുകി കളഞ്ഞാലും മതി, മുഖം ക്ലീൻ ആകും. പക്ഷെ അതെനിക്കിപ്പോൾ ഒരു തൃപ്തി കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ മുടി, ഇതാണ് എൻ്റെ നാച്ചുറലായിട്ടുള്ള മുടിയുടെ ഒരു കോലം. ഇപ്പം എഴുന്നേറ്റ് വരുന്ന വഴിയെ ഇത് ഞാൻ ഒതുക്കിയിട്ട് കെട്ടിവെച്ചതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ അത്യാവശ്യം ഒരു കേളിയല്ല, നല്ല വേവി ആയിട്ടുള്ള മുടിയാണ്. എഴുന്നേറ്റ് നിൽക്കുന്നൊരു ടൈപ്പ് മുടിയുണ്ടല്ലോ, അങ്ങനത്തെ മുടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടമില്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്, സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം ഒരു 5-6 മാസമായിട്ട് എനിക്ക് എൻ്റെ നാച്ചുറൽ ഹെയർ വേണം എന്നുള്ളൊരു തോന്നൽ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് മുടി ഇങ്ങനെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത്. സിംഹത്തിൻ്റെ സട പോലെയൊക്കെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. പിന്നെ കണ്ടോ, ഇത് ലാസ്റ്റ് മെയിലാണ് ഞാൻ സ്മൂത്തനിങ്ങും ഹെയർ കളറും ഒക്കെ ചെയ്തത്. അപ്പോൾ കുറച്ച് കളറ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം സ്മൂത്തനിങ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണ്. ഇവിടുന്ന് ഒരു ഇത്ര വരെയുള്ള മുടി നാച്ചുറൽ മുടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മെനക്കേടായിട്ടാണ് കേട്ടോ മുടി കിടക്കുന്നത്. കേട്ടോ, പുറകിലൊക്കെ നമ്മുടെ നാച്ചുറൽ ഹെയർ തന്നെയാണ് കൂടുതലും. ഇവിടെയൊക്കെ ഇത്ര വരെ വളർന്നു. അപ്പോൾ ഇതന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മുടീനെ കണ്ടോ ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഹെയർ ഉണ്ടല്ലോ, അത് മൊത്തം ഒന്ന് ഇപ്പം എങ്ങനെയെങ്കിലും കളഞ്ഞാൽ മതി എന്ന് എനിക്കുള്ള. അപ്പോൾ അതുകൊണ്ട് അത് വളരുന്നതനുസരിച്ച് വെറുതെ പിടിച്ചിങ്ങനെ മുറിച്ച് കളയുവാണ്. അപ്പം അങ്ങനെ അതിൻ്റെ നീളം കുറച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ. പിന്നെ നര, കഴിഞ്ഞ ഒരു 2-3 വർഷമായി എനിക്കിങ്ങനെ നര വരാൻ തുടങ്ങിയിട്ട് കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിലാരും എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും പോലും മുടി ഇത്രയും നരച്ചിട്ടില്ല. എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒന്നും മുടി നരച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മുടി നരയ്ക്കുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, എനിക്ക് സിനിമയിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മേക്കപ്പ് പോലും ആവശ്യമില്ല, അതുപോലെ മുടി നരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നരയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു നോട്ട് പുട്ടിങ് എനി ഹെയർ ഡൈ ഓൺ മീ. അപ്പോൾ ഹെയർ ഡൈ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇനിയും അടുത്ത് തന്നെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഹെയർ കളർ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഫുള്ളല്ല, കുറച്ച് കൂടുതൽ ഹൈലൈറ്റ്സ് ചെയ്തിടാനായിട്ട്. അപ്പോൾ
അതേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ നരയ്ക്ക് വേണ്ടിയിട്ട് ഗ്രേ കളറൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ഹെയർ കളർ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ തൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അബീനോയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ കഴിഞ്ഞൊരു 4 വർഷമൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഈ ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈനെസ് ഉണ്ടല്ലോ, അതൊരു ഡ്രൈ സ്കിന്നും കൊണ്ടുണ്ടാകുന്നതല്ല, അത് ഹോർമോണലാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കാനായിട്ട് നല്ലൊരു സാധനം. അത് ഗ്രീസി ആയിട്ട് മുഖത്ത് ഇരിക്കത്തുമില്ല, എന്നാൽ ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഈ മോയ്സ്ചറൈസർ ഒന്ന് തൂക്കാം. വളരെ കുറച്ചാട്ടോ തൂക്കാറുള്ളൂ. ഇത് കൂടുതൽ തൂക്കേണ്ട ആവശ്യം വരണില്ല എനിക്ക്. അങ്ങനെ കുറച്ചധികം തൂത്ത് കഴിഞ്ഞെന്നാൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും മുഖത്തിങ്ങനെ നിറയെ എണ്ണ പറ്റിയതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ ഒരു കൊച്ചു ലെയറായിട്ട് മോയ്സ്ചറൈസർ ഒന്ന് തൂക്കാറുണ്ട്. ഇതും ചിലപ്പം നമ്മൾ സമയമില്ലാതെ ഓടുന്ന സമയത്താണെങ്കിൽ ഇതും സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ലിപ്സേൽ ഉൾപ്പെടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് തൂക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അത് മോയ്സ്ചറൈസർ തൂത്തു. ഇനി എനിക്ക് എൻ്റെ ഐബ്രോസ് കണ്ടാൽ അറിയാം, ഞാൻ ഐബ്രോസ് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. കാരണം ഐബ്രോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പിമ്പിൾസ് പോലെ ഓരോ ഹെയർ ഫോളിക്കിളിൽ നിന്നും ചെറിയ പിമ്പിൾസ് പോലെ അല്ലെങ്കിൽ ഇച്ചിയായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നമുക്കത് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് കേട്ടോ ഐബ്രോസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഐബ്രോസിലൊന്നും പ്രത്യേകിച്ച് അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല, വരയും കുറികളും ഒന്നുമില്ല. പിന്നെ ഐലൈനർ നമ്മളൊരു എൻ്റെ കയ്യിലൊരു വാട്ടർ പ്രൂഫ് ഐലൈനർ ഉണ്ട്, പക്ഷേ ഞാനിത് ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തലവേദന വരാറുണ്ട് ഐലൈനർ ഉപയോഗിച്ച് കഴിയുമ്പോൾ. പക്ഷെ അതും തലവേദനയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല, പക്ഷേ എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് വളരെ ചുരുക്കമാണ് കേട്ടോ. പിന്നെ എൻ്റെ കണ്ണ് കണ്ടോ, തീരെ കുഞ്ഞി കണ്ണാണ്. അപ്പോൾ എനിക്ക് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് അത്ര മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെടുക്കുന്നില്ല. മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും മുടിയൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞു വരുന്നു. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാസ്ലറിൻ്റെ ഈ 25 ആൻഡ് 35 ആണ് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതിൽ എസ്പെഷ്യലി ഈ 35ൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര ന്യൂഡ് ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കും കേട്ടോ. ഇത് കുറച്ചുകൂടിയും ഒരു കളറ് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഇടയ്ക്കിടാറുണ്ട്, പക്ഷേ ഞാൻ മോർ ഫേവറേറ്റ് ഇതാണ്. അപ്പം ഇതുണ്ടോ, നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതൊരു ഉപയോഗിച്ച് അതുപോലെ തീർന്നു. പക്ഷേ എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന് 27 വരെ എക്സ്പയറി ഉള്ളതാണ്. അത് എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉപയോഗിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് വേറെ ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്കുണ്ട്. അത് തീർന്നത് കൊണ്ട് ഞാൻ പുതിയതൊരെണ്ണം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് ഡേറ്റൊക്കെ ഉണ്ട്. ലിപ്സ്റ്റിക്ക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ എക്സ്പയറി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം 5/27 വരെയാണ് ഇതിന് ഡേറ്റ് ഉള്ളത്. നല്ല ഐസുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എടുക്കാം. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. പൊട്ടി വരുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ ലിപ്പൊന്ന് ലൈൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്യാനായിട്ട് ഞാനൊരു ഐലൈനർ ലിപ്പ് ലൈനർ സാധനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഐബ്രോസിന് എനിക്കങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല. പക്ഷേ ലിപ്സ്റ്റിക്കായിട്ട് ലിപ്പ് ലൈനറായിട്ട് ഞാൻ നല്ലപോലെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ്.
ഇത് മറ്റേ കട്ടറിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ സാധനം ഒടിഞ്ഞു പോകാണ്ട് ഞാൻ നമ്മുടെ കത്തിയ ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ അറ്റം ചെത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് അത് ലിപ്പൊന്ന് ചെറുതായിട്ട് ലൈൻ കൊടുക്കാം. അപ്പം ഞാൻ ലിപ്സ് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു കളർ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കാണാത്ത രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് വരയ്ക്കട്ടെ കേട്ടോ. എനിക്ക് ഇതിൻ്റെ മൊബൈലിൻ്റെ ലെൻസിൽ നോക്കിയിട്ട് വരയ്ക്കാൻ ക്യാമറയിൽ നോക്കിയിട്ട് അത്ര പറ്റുന്നില്ല. ഞാനൊരു മിററിൽ നോക്കിയിട്ടൊന്ന് വരയ്ക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ലൈനർ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. കാരണം എൻ്റെ ലിപ്പുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ലിപ്പ് ലൈനറിൻ്റെ. അതിൻ്റെ ചെറിയ ഇത് ഡാർക്ക് തന്നെയാണ്, എന്നാലും അതിൻ്റെ ഒരു ചെറിയ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി കൂടി ലൈറ്റായിട്ടുള്ളൊരു കളറാണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നത്തില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലപോലെ ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമ്മൾ റൂമിൻ്റെ ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത്രയ്ക്ക് വിസിബിളായിട്ട് ഇല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ മുഖത്തെ പരിപാടികൾ ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളൂ കേട്ടോ. മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, ഇതിൽ കൂടിയിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നും ഫേസിൽ തൂക്കാറില്ല. ഇതാണ്. പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ എടുത്തങ്ങോട്ട് ഉപയോഗിക്കും, അതേ ഉള്ളൂ. മേക്കപ്പ് ചെയ്ത് സമയം കളയാറില്ല. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിൽ ഇല്ല. ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ ഞാൻ സാധാരണ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ മുടിയാണ്. മുടിയിലിപ്പം മുടി ഞാൻ നല്ല ഷാമ്പൂ ഇട്ടൊക്കെ കഴുകിയതാണ്. ഷാമ്പൂ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ടതാണ്. പക്ഷെ വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട്, അതായത് ഞാൻ ചീവിയിട്ടില്ലായിരുന്നു കേട്ടോ. മുടി ചീവാതെയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങ് ഉണങ്ങി ഇപ്പം കിടന്നു. അപ്പം അതുകൊണ്ട് മുടി വലിയ അനുസരണ ഇല്ലാതെയാണ് ഇരിക്കുന്നത്. മുടിയിൽ മുടി ഇത്ര ഭയങ്കര ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ കുറച്ച് സെറം തൂക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറമാണ്. ഇത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഈ ഒരു സെറമാണ് ഉപയോഗിക്കാറുള്ളത്. അത്ര വലിയ, അതായത് ഇത്രയും ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് അത്ര ഭയങ്കര എഫക്റ്റീവ് ഒന്നും അല്ല. പക്ഷേ വാങ്ങിച്ചത് കൊണ്ട് അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിന് മുന്നേ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും പോയി തപ്പി നോക്കിയിട്ട് എനിക്കറിയത്തില്ല, വേറെ പ്രൊഡക്ട്സുകൾ അധികം ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഇത് അറിയാവുന്നതാണല്ലോ. ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ലോറിയലിൻ്റെ ഒരു സിറമാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. മുടി നമ്മൾ ഇത് ഇട്ടിരുന്നപ്പോൾ, അതായത് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് ഇട്ടിരുന്നപ്പം ഇത് നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം മുടി വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയ്ക്കൊരു എഫക്റ്റീവ്നെസ് എനിക്ക് തോന്നുന്നില്ല. മുടിയിൽ പുതപ്പിൻ്റെ പഞ്ഞിയാണെന്ന് തോന്നിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ പിന്നെ മുടി എങ്ങനെയൊക്കെ ചീവിയാലും ഇതുപോലെ നരച്ച ചേട്ടന്മാരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും കണ്ടോ. ഓക്കെ, അപ്പം അതാണ് മുടിയിലേക്ക് ചെയ്യുന്ന ഒരു സാധനം. ഇതിങ്ങനെ ഒന്ന് ചീവുന്നു. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം മുടി മെസ്സി ആയിട്ടിരുന്നാലും കുഴപ്പമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ മുടിയിൽ പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിലും കാണിക്കാറില്ല. എനിക്ക് മുടി സ്മൂത്തൻ ചെയ്ത മുടി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സൗകര്യമായിരുന്നു. ഒന്നും ചെയ്യണ്ടല്ലോ, വെറുതെ അങ്ങോട്ട് കെട്ടിവെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അകത്ത് കുറച്ച് കേൾസ് വന്നേക്കുന്നത് കൊണ്ട് എനിക്കിത് ചീവി എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഞാൻ മുടി മുമ്പോട്ടിട്ടിട്ട് നല്ലപോലെ ചീവാറുണ്ട്. ഇപ്പം ഈ മൈക്ക് ഇരിക്കുന്നതുകൊണ്ട് ചീവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. അത്രയും ചീവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഇങ്ങനെ വെറുതെ എടുത്തങ്ങ് കെട്ടിവയ്ക്കും. എന്താണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഇത് കൂടുതൽ മുടിയെല്ലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടിടും. ദാണ്ട വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുന്ന ആൾക്കാരെ ഇതുപോലത്തെ ഒരു കോമ്പ് വെച്ചിട്ട് ബോയ്സൊക്കെ മുടി ചെയ്യത്തില്ലേ, അതുപോലെ ഇങ്ങനെ അങ്ങ് ചെയ്ത് വയ്ക്കും. ഇതാണ് എൻ്റെ നോർമൽ
ഹെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെയർ സെറവും കൂടി അങ്ങോട്ട് തൂത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ ചെയ്യും. അപ്പം നല്ല പശു നോക്കിയ പോലെ ഇങ്ങനെ ഇരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മുഖത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സും കൂടി ഒന്ന് മാറിയിട്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് മുറിയുടെ പുറകിലേക്ക് മാറാനായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു ബ്ലൂ ജീൻസുമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഒരു മുടി കിടപ്പുണ്ട് കേട്ടോ. ഇത് കൊച്ചിന് മുടി ഇങ്ങനെ പിന്നി പഠിക്കാനായിട്ട് അവൾക്ക് മുടി പിന്നി ഇടാനായിട്ട് ഇഷ്ടം. അപ്പോൾ പുള്ളിക്കാരത്തി അവളുടെ മുടിയിൽ എൻ്റെ മുടിയിലൊന്നും ട്രൈ ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ മുടി പിന്നൽ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നത് വെറുതെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു മുടിയാണ് കേട്ടോ. എനിക്ക് വെക്കാനുള്ള മുടിയാണെന്നാലും വിചാരിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.